വചനാമൃതം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ദേവദാസ് നന്മണ്ട. പ്രതിഭയും പ്രാഗൽഭ്യവും തെളിയിച്ചവർ ധാരാളമുള്ള ഒരു നാടാണ് നമ്മുടേത്. ആത്മാർത്ഥതയോടെ പ്രവർത്തിച്ചും നല്ല വാക്കുകൾ പറഞ്ഞും നിർഭയമായി പ്രതികരിച്ചും ജീവിതം നയിച്ചവരുടെ പൈതൃകവും ഈ നാടിനുണ്ട്. കലർപ്പില്ലാത്ത കരകടഞ്ഞ സ്നേഹത്തിനും സമഭാവനയോടെയുള്ള മാനവികതയ്ക്കും പേരുകേട്ട നാടെന്ന ഖ്യാതിയും ഉള്ളതാണ് നമ്മുടെ നാട്. ഇത്തരം വിശേഷണങ്ങളേറെയുള്ള നാട്ടിൽ പിറക്കുകയും ഈ മണ്ണിൽ ജീവിച്ചിരുന്നതിൻ്റെ ചില അടയാളപ്പെടുത്തലുകൾ നടത്തി മൺമറയുകയും ചെയ്ത ചില മഹാജീവിതങ്ങൾ ഈ നാട്ടിലുണ്ടായിരുന്നു. ചാഞ്ചാട്ടമില്ലാത്ത മനസ്സും ആഗ്രഹിച്ചത് നേടിയെടുക്കാനുള്ള അടങ്ങാത്ത ആഗ്രഹവും അവർക്കുണ്ടായിരുന്നു. ഇത്തരം ചില വിശേഷ ഗുണങ്ങളായിരുന്നു അവരെ ധന്യാത്മാക്കളാക്കിയത്. തങ്ങൾ ജീവിച്ചു വളർന്ന സമൂഹത്തിൻ്റെ വൃദ്ധിയായിരുന്നു അവരുടെ വേറിട്ട ജീവിതത്തിൻ്റെ ലക്ഷ്യം. പീഡനങ്ങൾ സഹിച്ചും കഷ്ടനഷ്ടങ്ങളെ അതിജീവിച്ചും ജീവിതത്തിൻ്റെ കയ്പുനീര് കുടിച്ചവരായിരുന്നു അവരിലധികവും. പൊതുകാര്യങ്ങൾക്കായി പ്രക്ഷോഭങ്ങൾക്കും സമരങ്ങൾക്കും നേതൃത്വം നൽകിയതിൻ്റെ പേരിൽ ജയിൽ ജീവിതം അനുഭവിച്ചവരും അവരുടെ കൂട്ടത്തിലുണ്ടായിരുന്നു. തുറന്ന പുസ്തകം പോലെയായിരുന്നു അവരിൽ പലരുടെയും ജീവിതം. അവരുടെ കാലത്തു നിന്നും ഈ പുതിയ കാലത്തേക്കുള്ള ഗതിമാറ്റത്തിനിടയിൽ എല്ലാം മാറിയെങ്കിലും കാര്യമായ മാറ്റം സംഭവിച്ചത് മനുഷ്യഭാവങ്ങൾക്കും മനസ്സിനുമാണ്. അതുകൊണ്ടാവാം നമ്മെ നാമാക്കി മാറ്റിയ മാതാപിതാക്കളെയും കൂടപ്പിറപ്പുകളെയും അക്ഷരം പഠിപ്പിച്ച അധ്യാപകരെയും തുടങ്ങി പലർക്കും അവരർഹിക്കുന്ന ആദരവോ ബഹുമാനമോ നൽകാൻ മടി കാണിക്കുന്നത്. സൗഹൃദങ്ങളിലും അതിൻ്റെ ഇഴയെടുപ്പം കുറഞ്ഞു വരുന്നതായാണ് കാലം കാണിക്കുന്നത്. മുഖാമുഖം ചേർന്ന് നിൽക്കുന്ന വീടുകളുടെ ഗേറ്റുകൾ പോലും സദാ അടഞ്ഞു കിടക്കുന്നത് ഇന്ന് പതിവ് കാഴ്ചയാണ്. അടഞ്ഞുകിടക്കുന്ന വാതിലിൽ മുട്ടി വിളിച്ചാൽ വരൂ എന്ന് നാം പ്രതീക്ഷിക്കുന്ന അകത്തുനിന്നുള്ള മറുപടിക്ക് കാലവിടമ്പം സംഭവിക്കുന്നു. വീടിനു ചുറ്റും മതിലുകെട്ടി മതി ഇതിലേ എന്ന ആജ്ഞയുടെ സ്വാർത്ഥഭാവമാണ് മിക്ക ഗൃഹവാസികൾക്കും. ഇതിൻ്റെ എല്ലാം അനന്തരഫലമെന്നോണം ആത്മാവില്ലാത്ത ഒരുതരം ഡിജിറ്റൽ നാറ്റീവ്സ് എന്നതിലേക്ക് കാലം മനുഷ്യനെ മാറ്റി വരച്ചുകൊണ്ടിരിക്കുന്നു. ഫലമോ എല്ലാറ്റിനും ഒരു ഡിജിറ്റൽ സ്പേസ് ഈ ലോകത്ത് പിറന്നിരിക്കുന്നു. അവിടെ ജീവിക്കുന്നവർക്ക് സഹായത്തിന് AI അഥവാ നിർമ്മിത ബുദ്ധി സഹായത്തിനുണ്ട്. ദൗർഭാഗ്യവശാൽ നമ്മുടെ ബൗദ്ധിക യാത്രയ്ക്കിടയിൽ നല്ലൊരു ഭാഗം ജനത്തെ സെൽഫ് സെൻറ്റേർഡ് എന്ന് വിളിക്കാവുന്ന സ്വാർത്ഥരാക്കി കാലം മാറ്റിയിരിക്കുന്നു. ഈ ഒരു സാമൂഹിക പരിസരത്ത് നിന്നുകൊണ്ട് വേണം പൂർവ്വസൂരികളെയും അവരുടെ സംഭാവനകളുടെ വീണ്ടെടുപ്പുകളെക്കുറിച്ചും ഒരു വേള നാം ചിന്തിക്കേണ്ടത്. പ്രത്യേകിച്ചും കൗമാരക്കാരും യുവജനങ്ങളും ചിന്തിക്കേണ്ടത്. അതും ഇൻ്റർനെറ്റ് ഒരു സംസ്കാരമായി മാറിക്കഴിഞ്ഞ ഇക്കാലത്ത് ഒരു ഡിജിറ്റൽ സ്പേസിൽ നിന്നുകൊണ്ടാണിവർ അവരുടെ ചിന്തകളെയും പ്രവർത്തനങ്ങളെയും സർഗശേഷികളെയും പരിപോഷിപ്പിക്കുന്നത്. ഈ മാറ്റങ്ങളെക്കുറിച്ചെല്ലാം അല്പം ആഴത്തിൽ ചിന്തിക്കുമ്പോൾ ബോധ്യപ്പെടുന്ന ഒന്നുണ്ട്. കാലമാണ് നമ്മുടെ മനോനിലയിലും കാഴ്ചപ്പാടുകളിലും സമീപനങ്ങളിലും അഴിച്ചുപണി നടത്തുന്നത് എന്നതാണത്. മാറ്റങ്ങളിങ്ങനെ നിർബാധം തുടരുമ്പോഴും നമ്മുടേതായ തനത് വ്യക്തിത്വവും കർമ്മശേഷിയും വരും തലമുറകളിൽ മുദ്രണം ചെയ്യപ്പെടാൻ അവസരവും പരിസരവും ഒരുക്കേണ്ടത് അവനവൻ തന്നെയാണെന്ന ബോധ്യം എന്നെന്നും നമ്മിലുണ്ടാകട്ടെ. അർഹതയുള്ളവർ അതിജീവിക്കുമെന്ന സോഷ്യൽ ഡാർവിനിസത്തിൽ നിന്നുകൊണ്ട് തന്നെ വരും തലമുറകൾക്കായി ചില അടയാളപ്പെടുത്തലുകൾ നാം നടത്തുമ്പോഴാണ് നമ്മളും അനേക ഹൃദയങ്ങളിൽ ഇടം നേടുക എന്ന ബോധ്യം എന്നെന്നും നമ്മിലുണ്ടാകട്ടെ. ഇത്തരം ബോധ്യങ്ങളായിരുന്നു ചരിത്ര പുരുഷന്മാരെയും ലോക നേതാക്കളെയും സാഹിത്യ നായകന്മാരെയും തലമുറകളുടെ ചിന്താമണ്ഡലത്തിലേക്ക് കൊണ്ടുവന്നത്. വരും നാളുകളിലും അത് തുടരുക തന്നെ ചെയ്യുമെന്ന നമ്മുടെ പ്രതീക്ഷകൾക്കും പ്രത്യാശയ്ക്കും ഒരിക്കലും മങ്ങലേൽക്കാതിരിക്കട്ടെ. ദേവദാസ് നന്മണ്ട തയ്യാറാക്കി അവതരിപ്പിച്ച വചനാമൃതമാണ് ഇതുവരെ കേട്ടത്.